ഓക്കെ, സോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ് നിഫേഴ്സിന്റെ അപ്പർ ബോഡി വർക്കൗട്ട് ആണ്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻ ഡബിൾ പ്രസ്സിൽ വെച്ചായിരുന്നു. ഞാൻ ഇവിടെ ഇൻക്ലൈൻ സ്മിത്ത് ആയിരുന്നു ചെയ്തതെങ്കിൽ പോലും എനിക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നു ഞാൻ ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ പെഗ് ടെക് ഫ്ലൈ ആയിരുന്നു. ഈ പെഗ് ടെക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ചെസ്റ്റ് മാക്സിമം ഒരു സ്ട്രെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും 2 സെറ്റ് ഇൻറ്റു ഫെയിലിയർ ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത് നമ്മൾ ബാക്ക് ആയിരുന്നു ചെയ്യാനായിട്ട് പോകണം. അപ്പൊ തന്നെ ആദ്യം തന്നെ വെയിറ്റഡ് പുള്ളപ്പ് ആയിരുന്നു. വെയിറ്റഡ് പുള്ളപ്പ് ഞാൻ 10 കിലോ ഇട്ട് അടിക്കാനായിട്ട് നോക്കി. പക്ഷെ 1-2 റെപ്പ് മാത്രമേ പോയുള്ളൂ. പണ്ടത്തെ ആ സ്ട്രെങ്ത് ഒക്കെ പോയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റഡ് പുള്ളപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നോർമൽ പുള്ളപ്പ് ചെയ്തു. അതിനുശേഷം ബാക്കിൽ ഞാൻ മെട്രോ ചെയ്തായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ഷോൾഡറിനായിരുന്നു ചെയ്തത്. ലാറ്റർ റേസ് ഒരു 3 സെറ്റും 4 സെറ്റും ഞാൻ കൗണ്ട് ചെയ്തില്ല. ലാറ്റർ റേസ് ചെയ്തായിരുന്നു. കാര്യം ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ വീക്ക് പോയിന്റ് ആയിരുന്നു. അതെനിക്ക് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതിനുശേഷം ട്രൈസെപ്സിന്റെയും ബൈസെപ്സിന്റെയും ഒരു വർക്കൗട്ട് വീതം ചെയ്ത് നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ പമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പമ്പൊക്കെ ഉണ്ടായിരുന്നു. സോ ഇനി അടുത്ത വർക്കൗട്ട് ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ്സ് പറയുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വർക്കൗട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ട്രൈ ചെയ്യാനായിരിക്കും.